പുതിയൊരു യാത്ര തുടങ്ങുകയാണ്. സഞ്ചരിക്കാൻ പോകുന്ന വഴിയുടെ പേര് 2024 എന്നാണ്. അവസാനമെത്തുവോളം കൃപ നിങ്ങളെ പൊതിഞ്ഞു പിടിക്കും. ഇത്ര സ്നേഹാർദ്രമായി എന്നെ സ്നേഹിച്ചതും വഴി നടത്തിയതും സ്വർഗവാതിക്കൽ എന്നെ കൈവിട്ട് കളയാൻ വേണ്ടി അല്ല എന്ന് പറഞ്ഞ അഡോണിറാം ജഡ്സൺ എന്ന ദൈവമനുഷ്യന്റെ വാക്കുകളെ ഞാൻ ഈ നിമിഷം ഓർക്കുന്നു. സ്നേഹം നിറഞ്ഞവരെ, ഒരുപാട് സന്തോഷത്തോടെ പുതുവർഷത്തിന്റെ പ്രതീക്ഷകളിലും സ്വപ്നങ്ങളിലും നമ്മുടെ മനസ്സിങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണെന്ന് എനിക്കറിയാം. നിങ്ങൾക്കെല്ലാം പരിശുദ്ധാത്മാവ് ഈ പകൽ നിങ്ങളോട് പറയാൻ പോകുന്ന ഈ ശക്തമേറിയ വാഗ്ദത്തത്തിന്റെ കേൾവിയിലേക്ക്, ഇന്നത്തെ പ്രവചനദൂതിലേക്ക് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സന്തോഷത്തോടെ സ്നേഹവന്ദനം. ഈ വർഷം താമസിക്കേണ്ട വീട് സങ്കീർത്തനം 91 എന്ന് പരിശുദ്ധാത്മാവ് കഴിഞ്ഞൊരു മീറ്റിംഗിൽ നമ്മളോട് പറഞ്ഞു. അത്യുന്നതന്റെ മറവിലും സർവശക്തന്റെ നിഴലിന്റെ കീഴിലുമാണെന്ന്. ഏത് വീട്ടിലാ താമസിക്കുന്നതെങ്കിലും ഞാൻ ഈ പറഞ്ഞ ഭവനത്തിൽ പാർത്താലേ സുരക്ഷിതരായിരിക്കത്തുള്ളൂ. ആ വീടിന്റെ നമ്പരും പറയുകയാണ്. സാംസ് നമ്പർ 91:1. സങ്കീർത്തനം 91 നിങ്ങൾക്ക് ഈ വർഷം താമസിക്കാൻ ദൈവം നൽകുന്ന വീടിന്റെ ഗ്രഹ നമ്പർ. അപ്പോൾ തന്നെ താമസിക്കാൻ നൽകുന്ന ഭവനവും പരിചയപ്പെടുത്തി കഴിഞ്ഞു. വീടായെങ്കിൽ പിന്നെ യാത്ര ചെയ്യാൻ ഒരു വണ്ടി വേണ്ടേ? നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ കർത്താവ് നൽകുന്ന വാഹനത്തിന്റെ താക്കോൽ ദാനം ഇപ്പൊ നിർവഹിക്കാൻ പോവുക. സങ്കീർത്തനം 121:8. യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും. ചേതരാമൻ പറയണം. ഈ വചനത്തിലായിരിക്കട്ടെ ഈ വർഷത്തെ നിങ്ങളുടെ മുഴുവൻ യാത്രകളും. പോയാലും വന്നാലും, ദീർഘദൂരമാണെങ്കിലും ചെറിയ ദൂരമാണെങ്കിലും നിങ്ങൾ സഞ്ചരിക്കേണ്ടത് ഈ വചനത്തിന്റെ അകത്താണ്. യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും. പ്രിയപ്പെട്ടവരെ, ഈ വചനത്തിന്റെ അധികാരത്തിൽ ഈ ശുശ്രൂഷയുടെ ആധികാരിക ഘട്ടങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് യേശുവിന്റെ നാമത്താൽ, ഈ ദൈവവചനത്താൽ ഈ 2024 നിങ്ങളുടെ സകല യാത്രകളെയും ഞാൻ പ്രൊട്ടക്ട് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. പോകുന്ന വഴിത്താരകളിലെല്ലാം യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പോകുന്നയിടത്ത്, നിങ്ങളുടെ പ്രിയപ്പെട്ടവർ പോകുന്നയിടത്ത്, അത് സമീപ പ്രദേശങ്ങളിലായാലും ലോകത്തിന്റെ നെറുകയിലേക്കായാലും ഭൂമിയുടെ അറ്റങ്ങളിലേക്കായാലും, യേശുവിന്റെ നാമത്തിൽ അവരുടെ യാത്രകൾ, സഞ്ചാരങ്ങൾ, ഓരോ ചുവടുകളും ഈ തിരുവെഴുത്തിൻ പ്രകാരം ഈ നിമിഷം മുതൽ സുരക്ഷിതമായിരിക്കട്ടെ എന്ന് യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു. താങ്ക് യു ലോർഡ്. യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും. വീട്ടിൽ നിന്ന് വണ്ടി എടുക്കുമ്പോൾ ഈ വചനം പറഞ്ഞൊന്ന് പ്രാർത്ഥിക്കണം. ശുഭയാത്രയ്ക്ക് വേണ്ടി ഈ വർഷങ്ങൾ പല യാത്രകൾക്കായിട്ട് ഇറങ്ങുമ്പോൾ ഈ വചനം പറഞ്ഞൊന്ന് പ്രാർത്ഥിക്കണം. കുഞ്ഞുങ്ങളെ സ്കൂളിലേക്ക് അയക്കുമ്പോൾ അവരുടെ തലയിൽ കൈവച്ച് ഈ വചനം പറഞ്ഞൊന്ന് പ്രാർത്ഥിക്കണം. നല്ല കാര്യങ്ങൾക്കായിട്ട് ഇറങ്ങി പുറപ്പെടുമ്പോൾ ഈ കാര്യം ഓർമ്മയിൽ വെക്കണം. ഈ തിരുവെഴുത്ത് പറഞ്ഞൊന്ന് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ യാത്ര സഫലമായിരിക്കും. പോയി തോറ്റ് പിന്തിരിഞ്ഞു വരാൻ വേണ്ടിയോ, ചെന്ന കാര്യം സാധിക്കാതെ കൈമലർത്തപ്പെട്ടൊരവസ്ഥയിൽ തിരിച്ചെത്താനോ വേണ്ടിയല്ല ദൈവത്തിന്റെ ആത്മാവിൽ ഇന്ന് ഞാൻ നിങ്ങളെ പറഞ്ഞയക്കുന്നത്. ചെല്ലുന്ന കാര്യങ്ങളിൽ, ഏർപ്പെടുന്ന വിഷയങ്ങളിൽ വിജയം നേടി കാര്യപ്രസക്തമായ ജയം പ്രാപിച്ചല്ലാതെ മടങ്ങി വരരുത്. നിങ്ങൾ പോകുന്ന ഇടത്തെല്ലാം യേശു നിങ്ങളുടെ കൂടെ ഉണ്ടാകും. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നിങ്ങളുടെ കൂടെ സഞ്ചരിക്കും. യഹോവ നിങ്ങളുടെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും. ഗമനം, ആഗമനം, പുതിയ ഒരു യാത്ര തുടങ്ങുകയാണ്. പലപ്പോഴും വീട്ടിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങി ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി പോയി കഴിയുമ്പോൾ, പലതിലും സങ്കടകരമായ പലതിനും നേരിട്ട് കഴിയുമ്പോൾ ചിന്തിക്കും, അല്പം കൂടെ പ്രാർത്ഥിച്ചൊക്കെ ഒരുങ്ങി ഇറങ്ങേണ്ടതായിരുന്നെന്ന്. വസ്ത്രം തേച്ചിടുമ്പോൾ, നല്ല പാന്റ് തേച്ച് ധരിക്കുമ്പോൾ, നല്ല സാരി ഉടുത്തിറങ്ങാൻ കഴിയുമ്പോൾ ഒന്നും മറക്കരുത്. ശരീരത്തെ ഒരുക്കുന്നത് പോലെ ചെല്ലുന്ന കാര്യത്തിനകത്ത് സാഹചര്യത്തെയും കൂടി ഒരുക്കേണ്ടതായിട്ടുണ്ട്.
വീട്ടിൽ വസ്ത്രം ധരിക്കാൻ ഒരു ഡ്രസ്സിംഗ് റൂം ഉണ്ടെങ്കിൽ നീ കടന്നു ചെല്ലുന്ന സ്ഥലത്തെ സാഹചര്യത്തെ നിനക്ക് അനുകൂലമാക്കി അണിയിച്ചൊരുക്കി എടുക്കുന്ന ഇടം പ്രാർത്ഥനാമുറിയാണ്. സാഹചര്യം നിനക്ക് അനുകൂലമായി ഒരുക്കപ്പെടണം. അങ്ങനെ ഒരുക്കപ്പെട്ടിടത്തേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി ചെന്നാൽ ജയം കണ്ടേ തിരിച്ചു വരികയുള്ളൂ. അല്ലാതെ എത്ര കണ്ട് വേഷഭൂഷാദികളോടുകൂടെ ഒരുക്കപ്പെടാത്ത ഒരു വിപരീത മണ്ഡലത്തിലേക്ക് കടന്നു ചെന്നാൽ നിരാശപ്പെട്ട് തല താഴ്ത്തി തിരിച്ചു വരാനേ ആവൂ. ആ മേഖലകളിൽ ഇനി അലയരുത്. കർത്താവ് നിന്നോട് പറയുന്നു, ഈ വർഷത്തെ നിന്റെ യാത്രകൾക്കെല്ലാം നീ തുടക്കം കുറിക്കുമ്പോൾ എത്തിപ്പെടേണ്ട സ്ഥലം, ചെന്നെത്തേണ്ടതായ മേഖല, അതിനെ ഒന്ന് പ്രാർത്ഥിച്ച് നിനക്ക് അനുകൂലമാക്കി ഒരുക്കിയിട്ടേ നിന്റെ ആദ്യത്തെ ചുവട് നീ വെക്കാവൂ. ഈ വചനം നിന്നോട് പറയുന്നു, നിന്റെ ഗമനവും ആഗമനവും സ്ഥിരമാക്കാൻ, പരിപാലിക്കാൻ എനിക്ക് മനസ്സാണെന്ന് യേശു പറയുന്നു. ഒരാമേൻ പറയണം. ആമേൻ, ഹല്ലേലൂയ. യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും. അപ്പൊ പുതിയൊരു യാത്ര അങ്ങോട്ട് തുടങ്ങുമ്പോൾ, പുതിയ തുടക്കങ്ങൾ കുറിക്കുമ്പോൾ, പോകുമ്പോഴും മടങ്ങിയെത്തുവോളവും ദൈവത്തിന്റെ പരിപാലനത്തിൽ പൊതിയപ്പെട്ടവരായി പോകാൻ കഴിയട്ടെ. ഈ 2023 എന്ന കഴിഞ്ഞ വർഷത്തിൽ ഒരു കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയ വാർത്ത കോളിളക്കം സൃഷ്ടിച്ചു. പലരെയും കാണാതായതിന്റെ പേരിലുള്ള വാർത്തകൾ മനസ്സിനെ വല്ലാതെ പിടിച്ചുലച്ചു. പോയ കാര്യങ്ങൾക്ക് ശേഷം മടങ്ങിയെത്താത്ത പലരെയും ചൊല്ലി പലരും കരഞ്ഞു. ഞാൻ ഓർക്കുന്നു, ചില വർഷങ്ങൾക്ക് മുമ്പ് എറണാകുളത്തൊരു ഭവനത്തിൽ പ്രാർത്ഥിക്കാൻ കടന്നു ചെല്ലുമ്പോൾ ഒരമ്മയുടെ കയ്യിൽ ടീഷർട്ട് ഇരിപ്പുണ്ട്. ആ ടീഷർട്ട് കൈ പിടിച്ചുകൊണ്ട് അവരെപ്പോഴും അത് മൂക്കോട് ചേർത്ത് വെച്ച് ഇങ്ങനെ ആഞ്ഞു വലിക്കുന്ന കാണാം, മണക്കുന്ന കാണാം. അന്നേരം പറഞ്ഞു, ഇത് ഈ വീട്ടിലെ ഇളയ കുട്ടിയുടെ ഗന്ധമുള്ള ഒരു വസ്ത്രമാണ്. അവൻ കടന്നുപോയ ശേഷം അവന്റെ ഓർമ്മകളിൽ ഇത് മാത്രമേ ഉള്ളൂ. ചിലതെല്ലാം വീട് വിട്ടിറങ്ങിപ്പോയാലും തിരിച്ചു വരാതെ പാതി വഴിക്കൽ നശിക്കുമ്പോൾ ഈ വർഷം അത്തരം ദുരന്തങ്ങളിൽ നിന്നും പരിപാലനം ലഭിക്കേണ്ടതിന് പുത്രനെ ചുംബിച്ചിട്ട് യാത്രകൾ തുടങ്ങാൻ തയ്യാറാകണം. സംരക്ഷണം നൽകാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഗമനാഗമനങ്ങളെ ഞാൻ പരിപാലിക്കുമെന്നുള്ള വാഗ്ദത്തം അടുത്ത് നിൽക്കുന്നു. അപ്പോൾ ആ വാഗ്ദത്തത്തിലേക്ക് കയറുന്നതിന് മുമ്പ് ആ വാഗ്ദത്തം ചെയ്തവനെ ഒന്ന് ചുംബിക്കാൻ തയ്യാറാകണം. നിങ്ങൾ വഴിയിൽ വെച്ച് നശിപ്പാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പീൻ. കുഞ്ഞുങ്ങൾ സ്കൂളിലേക്ക് പോകുമ്പോൾ നമുക്ക് ഉമ്മ തന്നിട്ടാ പോന്നെ. നമ്മൾ ദൂരയാത്ര പോകുമ്പോൾ വീട്ടിലുള്ളവർക്ക് ഉമ്മ കൊടുത്തിട്ടാ പോന്നെ. അങ്ങനാണെങ്കിൽ ആദ്യത്തെ ഉമ്മ യേശുവിന് കൊടുക്കണമെന്നാണ് ബൈബിൾ പറയുന്നത്. ശുഭയാത്രയ്ക്ക് ഇറങ്ങുമ്പോൾ നിന്റെ ചുംബനം ക്രിസ്തു യേശുവിന് നൽകിയിട്ട് പോവുക. ഈ വർഷത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്തിനാണ് യാത്രകളെ സംബന്ധിച്ച് ഇത്ര ആധികാരികമായി സംസാരിക്കുന്നത്? നമ്മളാരും വീട്ടിലിരിക്കുന്നവരല്ലല്ലോ. പോകേണ്ടടുത്ത് പോയില്ലെങ്കിൽ കാര്യം നടക്കത്തില്ലല്ലോ. പക്ഷേ പോകാൻ ഇറങ്ങുമ്പോൾ എടുക്കേണ്ട മുൻകരുതലുകൾ കർത്താവ് അത് ഓർമ്മിപ്പിക്കുകയാണ് ഇന്നത്തെ പ്രവചന ദൂതിലൂടെ. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എല്ലാ ഒരുക്കങ്ങളും സജ്ജമാണെങ്കിലും ഒരു ചുംബനം യേശുവിന് കൊടുത്തിട്ടേ പോകാവൂ. ആമേൻ പറയണം. എന്റെ കർത്താവേ, അങ്ങയുടെ സാന്നിധ്യത്തിൽ ഞാൻ യാത്രയാകുകയാണ്. അങ്ങയുടെ സാന്നിധ്യത്തിൽ ഞാൻ ഇറങ്ങുകയാണ്. മോശ ഒരു മാതൃകയാണ്. താൻ പുറത്തിറങ്ങണമെങ്കിൽ, തൻ്റെ ഒരു കാല് പറിച്ച് മുന്നോട്ട് വെക്കണമെങ്കിൽ കാല് ചെരുപ്പുണ്ടോ എന്നുള്ളതല്ല വിഷയം. നിൽക്കുന്നിടത്ത് നിൽക്കും, ഇരിക്കുന്നിടത്ത് ഇരിക്കും. എന്നിട്ട് ദൈവത്തോട് പറയും, തിരു സാന്നിധ്യം ഞങ്ങളോടുകൂടെ പോരുന്നില്ലെങ്കിൽ അയക്കരുത്. യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, പുറപ്പെടാൻ വരട്ടെ, അതിനു മുമ്പ് പരിശുദ്ധാത്മാവ് വരേണ്ടതായിട്ടുണ്ട്. 2024 യാത്രകൾ എത്ര ദൂരം പിന്നിട്ടാലും, ജീവിതം എത്ര വാരം മുന്നോട്ട് പോയാലും, എത്ര ഉയർന്നാലും, ആ പുരോഗതിയും ഉയർച്ചയും യാത്രയും ദൂരവും അളവും ദൈവകൃപയിലും യേശുവിനോടുള്ള സ്നേഹബന്ധത്തിലും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിലുമായിരിക്കണം. കർത്താവേ, ഗമനാഗമനങ്ങളെ പരിപാലിക്കുന്ന നിന്നിൽ ശുഭയാത്രകൾക്കായി ഞാൻ എന്നെ സമർപ്പിക്കുമ്പോൾ യേശുവിനെ ചുംബിച്ചും പരിശുദ്ധാത്മ സാന്നിധ്യം അറിഞ്ഞും സഞ്ചരിക്കാൻ എന്നെ സഹായിക്കണേ. ഇന്ന് പുതിയ യാത്ര ആരംഭിക്കാൻ തുടങ്ങുമ്പോൾ
ഈ വാഗ്ദത്തം നിങ്ങളുടെ കാതുകളിൽ പറയുന്നു. പരിപാലിക്കാൻ ഞാൻ തയ്യാറാണ്, പക്ഷെ പോകുന്നതിന് മുമ്പ് അത് ഉറപ്പുവരുത്തേണ്ട ജോലി നിന്റേതാണ്. ഒന്നുകൂടെ, പരിപാലിപ്പാൻ കർത്താവ് തയ്യാറാണ്, പക്ഷേ ദൈവ സാന്നിധ്യവും യേശുവിനുള്ള സ്നേഹചുംബനവും ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്വം നിങ്ങളുടേതാണ്. ഡോണ്ട് മിസ് ഇറ്റ്. നൽകേണ്ടത് നൽകി, ഉറപ്പുവരുത്തേണ്ടത് ഉറപ്പുവരുത്തി മുന്നോട്ടിറങ്ങുക. പഞ്ചറായ വീലുള്ള വണ്ടി കൊണ്ട് തന്നെ യാത്ര പോകാത്തെ അറിയാം, അത് ഉത്തമമായ യാത്രയ്ക്ക് ഉതകുന്നതല്ലെന്ന്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതം വിജയത്തിൽ നിന്ന് വിജയത്തിലേക്കും മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ സുഗമമായ പ്രവേഗത്തിന് ക്രിസ്തുയേശുവിന്റെ സാന്നിധ്യത്തെ ചുംബിക്കുന്നത് അതിമനോഹരം തന്നെ. 2024 യാത്രകളുമായി ബന്ധപ്പെട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ നോക്കി ആധികാരികമായി നൽകുന്ന ഒരാലോചനയാണിത്. യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും. അതുമായി ചേർന്ന് ഉറപ്പുവരുത്തേണ്ടതായ കാര്യങ്ങളെ കർത്താവിന്റെ ആത്മാവ് നമുക്ക് നിർദ്ദേശം നൽകി ബോധവൽക്കരിക്കുന്നു. ഇന്നു മുതൽ യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ, അടുത്ത വാക്ക് ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കുമെന്ന ഒരു തുടക്കം കുറിക്കപ്പെടുകയാണ്. ഇന്ന് മുതൽ പുതിയൊരു കാവൽ ആരംഭിക്കുകയാണ്. ദൈവം പുതിയൊരു കാവൽ ആരംഭിക്കുമ്പോൾ കർത്താവുമായി പുതിയൊരു ബന്ധം കൂടെ അങ്ങോട്ട് ആരംഭിക്കുക. പുതിയൊരു യാത്രയും കൂടെ അങ്ങോട്ട് തുടങ്ങുമ്പോൾ പുതിയൊരു സ്നേഹബന്ധം കൂടെ കർത്താവിൻ്റെ കൂടെ ആരംഭിക്കുക. പുതിയൊരു പ്രാർത്ഥന കൂടെ ആരംഭിക്കുക. ഇന്നു മുതൽ ദൈവം തൻ്റെ ജോലി വെടിപ്പായി ചെയ്യും. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഉത്തരവാദിത്വത്തിൽ വിട്ടുവീഴ്ച വരുത്താൻ ഞാനും തയ്യാറല്ല. ഇന്നു മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ചിലത് നിങ്ങൾ കാണാൻ പോകുകയാണ്. ഇന്നു മുതൽ ചില പ്രത്യേകമായ ദൈവിക നടത്തിപ്പിന് നിങ്ങൾ വിധേയപ്പെടാൻ പോവുകയാണ്. ഇന്നു മുതൽ കണ്ണിൽ കണ്ടിട്ടില്ലാത്ത അത്യത്ഭുതകരവും അതിശയകരവുമായ ചില സ്വർഗീയ പദ്ധതികൾക്ക് നിങ്ങൾ സാക്ഷികളാകാൻ പോവുകയാണ്. ഇന്നു മുതൽ ദൈവം നിങ്ങൾക്കായി അത് ചെയ്യാൻ പോകുന്നു. ഇന്നു മുതൽ ദൈവം അത് ചെയ്യും. അടുത്തത് പരിപാലിക്കും. ഒന്ന് പറഞ്ഞേ, ഈ വർഷം പരിപാലനം ഞാൻ അനുഭവിക്കും. ഇന്ന് പകൽ മുഴുവൻ ദൈവിക പരിപാലനം ഞാൻ അനുഭവിക്കും. പരിപാലനം എന്ന വാക്ക് പ്രൊട്ടക്ഷൻ എന്ന വെറും ഒരു മീനിങ്ങിൽ ഉൾപ്പെടുന്നതല്ല. സെക്യൂരിറ്റി എന്ന് പറയുന്ന വെറും ഒരു വേർഡിൽ ഉൾപ്പെടുന്നതല്ല. കാവലും പരിപാലനവും രണ്ടും രണ്ടാണ്. കാവൽ, പരിപാലനം, ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഫലത്തിൽ രണ്ടിൻ്റെയും പ്രായോഗിക അർത്ഥം ഒന്ന് തന്നെയാണ്. എന്നാൽ നമ്മളുടെ ജീവിതം ഏറ്റവും സന്തോഷിക്കുന്നത് കാവലിലല്ല, പരിപാലനത്തിലാണ്. ഇടയൻ ആടിന് കാവലാണ്, അതേസമയം പരിപാലനവും കൂടെയാണ്. ഗൃഹനാഥൻ വീടിന് കാവലാണ്, അതേസമയം പരിപാലനം കൂടെയാണ്. ഒരു 3, 3.5, 4 വയസ്സുള്ളൊരു കുട്ടി അപ്പന്റെ കൈ പിടിച്ചു. കുറച്ചു നേരം അപ്പന്റെ തോളയിലിരുന്നു, വേറെ കുറെ നേരം അപ്പന്റെ കൈത്തടത്തിലിരുന്നു. ഇങ്ങനെ യാത്ര ചെയ്ത് ആ കുഞ്ഞു വായിൽ വലിയ വർത്തമാനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോകുന്ന ആ കാഴ്ച കാണുമ്പോൾ ആ പിതാവിനോട് ചേർന്ന് ആനന്ദ ഹൃദയത്തിൽ ഉല്ലസിച്ച് നടക്കുന്ന ആ പൈതൽ അനുഭവിക്കുന്ന മാനസിക അവസ്ഥയുടെ പേരാണ് പരിപാലനം. ആരിൽ നിന്ന് പരിപാലനം അനുഭവിക്കുന്നു? സ്വന്തം പിതാവിൽ നിന്ന്. ഒരേ സമയം കാവലുണ്ട്, അതേസമയം കൂട്ടുണ്ട്, അതേസമയം സംസാരമുണ്ട്, അതേസമയം സ്നേഹമുണ്ട്. ഇതെല്ലാം കൂടെ ഒത്തുചേരുന്ന, ഇതിന്റെ എല്ലാം കൂടെ ഉള്ളതായ ഒരു ബഹുസമന്വയമാണ് പരിപാലനം. 2024 നിങ്ങൾ കേൾക്കുന്ന ദൈവത്തിന്റെ ആലോചന നിങ്ങളോട് പറയുന്നു, ഗമനാഗമനങ്ങളിൽ നിങ്ങൾ കാണാൻ പോകുന്നത് ദൈവിക പരിപാലനമാണ്. ഓ, കർത്താവിന്റെ പരിപാലനം. ബാല്യകാലത്ത് പിതാവിന്റെ ഒപ്പം സന്തോഷത്തോടെ കൈപിടിച്ച് നടക്കുന്ന പൈതലിനെ പോലെ
ഈ വർഷം ദൈവ സാന്നിധ്യത്തിൽ അളവറ്റ നിലയിൽ ആനന്ദിച്ചുകൊണ്ട് സുരക്ഷിതമായി നിങ്ങൾ യാത്ര ചെയ്യും. സുരക്ഷിതമായി നിങ്ങൾ മുന്നോട്ട് പോകും. 2024 കുറിച്ച് പരിശുദ്ധാത്മാവ് എനിക്ക് നൽകിയ പ്രവചനാലോചന ഇന്നലത്തെ ന്യൂ ഇയർ പ്രയറിൽ, ക്രോസ് ഓവർ നൈറ്റ് പ്രയറിൽ നിങ്ങൾക്ക് നൽകിയത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വാതിലുകൾ നിങ്ങളുടെ മുമ്പിൽ തലകളെ ഉയർത്തുന്ന വർഷമാണിത്. അവസരങ്ങൾ തല ഉയർത്തുന്ന, താണുകിടന്നതും മറഞ്ഞിരുന്നതുമായ വാതായനങ്ങൾ നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ പ്രവേശന കവാടങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഒരുങ്ങി വരുന്ന സമയമാണിത്. ഇന്ന് വരെ കാണാത്ത കാര്യങ്ങളെ നിങ്ങൾ കാണും. ഇതുവരെ കയറാത്ത ജീവിതത്തിന്റെ ഉയർന്ന നിലവാരങ്ങളിലേക്ക് നിങ്ങൾ പ്രവേശിക്കും. കർത്താവ് നിങ്ങളെ ആദരിക്കും. പറഞ്ഞു വരുന്നത്, അനുഭവിക്കാൻ പോകുന്നത് ദൈവത്തിന്റെ പരിപാലനം. നോക്കൂ, 121:8 യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും. ഗമനം എന്ന വാക്ക് അത് പറയുമ്പോൾ നമ്മുടെ ഗമനം നടക്കുന്നത് കാലുകൊണ്ടാണ്. എന്നാൽ ആ കാലുകൾ കൊണ്ട് നടത്തുന്ന യാത്രയെ വേഗത്തിലാക്കുന്നത് വാഹനം എന്ന സാങ്കേതിക വിദ്യയാണ്. അത് നിലത്തിലൂടെ പോകുന്നതായാലും വ്യോമമണ്ഡലങ്ങളിലൂടെ പോകുന്നതായാലും ജലാശയത്തിലൂടെ പോകുന്നതായാലും നിങ്ങളുടെ ജീവിതത്തിൽ ഈ 2024 ഗമനത്തിന് ദൈവം വേഗത നൽകുന്ന വർഷമാണ്. അത് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ജീവിതത്തിന്റെ വേഗത വളരെ വലുതായിരിക്കും. ഒന്നുകൂടെ ഞാൻ പറയാം, ഒരു ദിവസം കഴിഞ്ഞുപോയ വേഗതയിൽ ഈ വർഷം നിങ്ങളെ വിട്ടു പോകും. അതിവേഗതയിലായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ പല മാറ്റങ്ങളും സംഭവിക്കാൻ പോകുന്നത്. എത്ര പെട്ടെന്നാണ് ഒരു വർഷം കടന്നുപോയതെന്ന് പറയുന്ന നിലയിൽ അതിവേഗം ഈ ദിനരാത്രങ്ങൾ നിങ്ങളെ വിട്ടു പോകും. ഒരു ദിവസം ഓർമ്മിക്കുന്നത് പോലെ മാത്രം ഈ വർഷത്തെ ഓർമ്മിക്കുന്ന കണക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഇതിന് വേഗതയായിരിക്കും. അതിവേഗതയിൽ പായുന്ന ഈ കാലഘട്ടത്തിന്റെ അതിവേഗതയുടെ അകത്ത് ജീവിക്കണമെങ്കിൽ വേഗത കൂടിയ ജീവിതോപാധികളെ കണ്ടെത്തിയേ മതിയാവുകയുള്ളൂ. ഇതിന് നടുവിൽ ഇഴഞ്ഞു നീങ്ങാൻ പറ്റത്തില്ല. ഇതിന്റെ വേഗതകൾ കൊത്തവണ്ണം അപ്ഡേറ്റഡ് ആകേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ ഗമനത്തിന് ദൈവം വേഗത കൂട്ടുന്ന സമയമാണിത്. ആകയാൽ വാഹനം എന്ന് പറയുന്ന നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊള്ളുക. സ്വന്തമായി നല്ല വാഹനങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവർ അത് കൈക്കലാക്കാൻ ഉള്ള നിലയിൽ ചുവടുകൾ വെച്ചുകൊള്ളുക. കർത്താവ് നിങ്ങൾക്ക് അതിന്റെ മുഖാന്തരങ്ങളെ തുറന്നു നൽകും. ഇത് ഒരു പ്രോമിസാണ്, മുറുകെ പിടിച്ചുകൊള്ളുക. ഞാൻ ഉറപ്പു തരാം, ദൈവം നിങ്ങൾക്കത് ചെയ്തു തരും. പ്രൈസ് ദി ലോർഡ്. 2, ഗമനം വഴിയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. നിങ്ങളുടെ സഞ്ചാരത്തിന് നിങ്ങൾ വല്ലാത്ത ഇടുക്കങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ, വഴി നിങ്ങൾക്ക് മുമ്പിൽ ഇല്ലെങ്കിൽ, വാതിലുകൾ, ഓപ്പർച്യൂണിറ്റികൾ നിങ്ങളുടെ മുമ്പിൽ ഇല്ലെങ്കിൽ, നിങ്ങൾക്ക് വേണ്ടി ദൈവം വാതിൽ തുറക്കുന്നതും വഴി വെട്ടുന്നതും നിങ്ങൾ കാണും. യഹോവയുടെ വഴി കൂരിരുട്ടിലുണ്ട്. ദൈവത്തിന്റെ വഴി കടലുകളിലും തിരകളിലുമുണ്ട്. ദൈവത്തിന്റെ വഴി തീച്ചൂളകളിലുണ്ട്. ദൈവത്തിന്റെ വഴി ചുഴലിക്കാറ്റിലുണ്ട്. ദൈവത്തിന്റെ വഴി മിന്നലിലുണ്ട്, ഇടിമുഴക്കത്തിലുണ്ട്. ദൈവത്തിന്റെ വഴി കാട്ടുപോത്തിന്റെ കൊമ്പുകൾക്കിടയിലുണ്ട്. ഏത് അസഹനീയമായ സാഹചര്യത്തിന് നടുവിലും പ്രതീക്ഷയ്ക്ക് വിപരീതമായി ദൈവത്തിന്റെ വഴി നിങ്ങൾക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുന്നു. വഴി കാണും. ഏത് സംഘർഷഭരിതമായ സാഹചര്യത്തിലും ഒരു വഴിത്തിരിവ് നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെടും. ഗമനം. ഒന്നുകൂടെ ശ്രദ്ധിക്കണമേ. ഗമനം, ആഗമനം. ഈ ആഗമനം എന്ന് പറയുന്ന വാക്ക് എവിടെയും എഴുതി വെച്ചിരിക്കുന്ന കണ്ടിട്ടുണ്ടോ? നമുക്കറിയാം, അത് എയർപോർട്ടിലാണ്. പുറപ്പെടലും ആഗമനം എന്നീ നിലയിൽ ഡിപ്പാച്ചറും അറൈവലും എഴുതിയിരിക്കുന്നത് എയർപോർട്ടിലാണ്. ഗമനം, ആഗമനം ഒരു വൈദേശിക യാത്രയുടെ കാഴ്ച കൺമുമ്പിൽ ഒരുങ്ങുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കാത്തിരുന്ന സന്തോഷം നിറഞ്ഞതായ പുതിയൊരു ജീവിതം നേടാനുള്ള ചുവടുവെപ്പുകൾക്ക് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പാതകളെ ഒരുക്കും, അവസരങ്ങളെ തരും. ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളുടെ കണ്ണിന്റെ മുമ്പിൽ അത്ഭുതകരമായി നിങ്ങൾ കാണും. ഈ വർഷം ആഗ്രഹിക്കുന്ന ചില രാജ്യങ്ങളിൽ പോയി സെറ്റിൽഡ് ആകാൻ, ആഗ്രഹിക്കുന്ന ചില രാജ്യങ്ങളിൽ
ജോലിയിൽ ഏർപ്പെടാൻ കർത്താവിൻ്റെ കരുണ നിങ്ങൾക്ക് വേണ്ടി അതിശയത്തിൻ്റെ വാതിലായി തുറന്നു വരും. അപ്പോൾ തന്നെ പറയട്ടെ, നാളുകളായി നാട്ടിലേക്കൊന്ന് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്ന പലരുമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ അതിനുള്ള ആഗമനങ്ങളെയും ദൈവത്തിൻ്റെ ആത്മാവ് ഒരുക്കി നൽകും. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ മാനസികമായിട്ട് ഏറ്റവും കൂടുതൽ ഞരങ്ങുന്ന 100 വിഷയങ്ങളിൽ കണ്ണടച്ച് കളയുന്നവനല്ല കർത്താവ്. നിങ്ങൾ ആഗ്രഹിക്കുന്നിടത്തേക്ക് നിങ്ങളെ കൊണ്ടുപോകുമെന്ന് ദൈവത്തിൻ്റെ വചനം ഉറപ്പു നൽകുന്നു. ഇതാ നിന്റെ മുമ്പാകെ വഴിയൊരുക്കേണ്ടതിനും നിയമിക്കപ്പെട്ട സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുപോകേണ്ടതിനും എൻ്റെ ദൂതനെ ഞാൻ നിന്റെ മുമ്പാകെ അയക്കുന്നു. ബൈബിൾ യാത്രകളുടെ പുസ്തകമാണ്. യാത്രകളുടെ പുസ്തകമാണ്. ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ടവരൊക്കെയും സഞ്ചരിക്കുന്ന മനുഷ്യരായിരുന്നു. പഴയ നിയമത്തിലും പുതു നിയമത്തിലും ദൈവത്തിൻ്റെ കരങ്ങളിൽ ഉപയോഗിക്കപ്പെട്ടവരെല്ലാം എങ്ങും തളച്ചിടപ്പെടുന്നവരല്ല. അവരൊക്കെയും ഒരു മൂവ്മെന്റിന്റെ അകത്തുള്ളവരാണ്. ഒരു ചലനാത്മകത അവരിൽ നിങ്ങൾക്ക് ദർശിക്കാൻ കഴിയും. ദൈവത്തിൻ്റെ പ്രിയപുരുഷനായിരുന്ന അബ്രഹാം, അദ്ദേഹത്തോട് ദൈവം പറഞ്ഞത് യാത്രയ്ക്ക് ഒരുങ്ങുക എന്നുള്ളതാണ്. പിതൃഭവനത്തെ ചർച്ചക്കാരെയും വിട്ട് കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകുക. ജോസഫ് യാത്ര ചെയ്തു. യാക്കോബ് യാത്ര ചെയ്തു. നമ്മുടെ ജീവിതത്തിൽ യാത്രകളുടെ ഒരു കാലഘട്ടമാണ് തുടങ്ങുന്നത്. മോശയുടെ ജീവിതം യാത്രകളുടേതാണ്. അദ്ദേഹം എഴുതിയ 2ാം ഗ്രന്ഥം തന്നെ പുറപ്പാടെന്നാണ്. ബൈബിൾ പുറപ്പാടുകളുടെ ഗ്രന്ഥമാണ്. ഇസ്രായേലിന്റെ മഹോചരിത്രം ഈജിപ്ഷ്യത്തിൽ അടിമത്തത്തിൽ നിന്നും ആരംഭിക്കുന്നത് പുറപ്പാടിന്റെ സന്തോഷം, കടലിനെ മറികടന്നുള്ള യാത്രയുടെ ആഘോഷമായിട്ടാണ്. ഇസ്രായേലിന്റെ ചരിത്രങ്ങളിലെല്ലാം നിങ്ങൾക്ക് ഈ യാത്ര കാണാൻ കഴിയും. കുതിരകളെക്കാൾ വേഗത്തിൽ പാഞ്ഞ മനുഷ്യനാണ് ഏലിയാവ്. ചുഴലിക്കാറ്റിൽ സഞ്ചരിച്ച മനുഷ്യനാണ് ദൈവത്തിന്റെ ഏലിയാവ്. ഇങ്ങനെ ഓരോ ബൈബിൾ ചരിത്ര വ്യക്തികളെയും പഠിക്കുമ്പോൾ അവരുടെ എല്ലാം ജീവിതത്തിൽ ഈ യാത്രയുടെ മേഖലകളുണ്ട്. കർത്താവായ യേശുവിനെ സംബന്ധിച്ച് പറയുമ്പോൾ യേശു സഞ്ചരിക്കുന്ന മനുഷ്യനായിരുന്നു. ഏറ്റവും വലിയ യാത്ര ചെയ്തിട്ടുള്ള ആൾ യേശുവാണ്. സ്വർഗത്തിൽ നിന്ന് ഭൂമിയോളം, ഭൂമിയിൽ നിന്ന് അധോലോകത്തോളം, അവിടുന്ന് പിന്നെയും ഭൂമിയോളം, സ്വർഗത്തോളം അവിടുത്തെ യാത്ര. പരിശുദ്ധാത്മാവ് സഭയെ ഭൂമിയുടെ അറ്റങ്ങളിൽ വരെ ഈ നാളുകളിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അനേകർ പുറപ്പെട്ടു, ഇനി അനേകർ പുറപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. പരിശുദ്ധാത്മാവ് യാത്രകളുടെ ദൈവമാണ്. ജീസസ് പുറപ്പാടുകളുടെ ദൈവമാണ്. ഒരിടത്ത് തന്നെ ചടഞ്ഞുകൂടിയിരിക്കാമെന്ന് നിരൂപിക്കുമ്പോൾ അവിടുന്ന് നിങ്ങളെ താൻ ഭൂമിയുടെ അറ്റങ്ങളിലേക്ക് എത്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയെങ്കിൽ ഗമനാഗമനങ്ങളെ പരിപാലിക്കുന്ന ദൈവത്തിന്റെ വാഗ്ദത്തം ഇന്ന് നിങ്ങളുടെ മേൽ വെളിപ്പെടുകയാണ്. കർത്താവിന്റെ ദാസനായ പൗലോസ് 3 മിഷണറി യാത്രകൾ ചെയ്തു. അദ്ദേഹം യാത്രകളുടെ അപ്പോസ്തലനായിരുന്നു. പറയൂ, നിങ്ങൾക്ക് സഞ്ചരിക്കണ്ടേ? ഒരിടത്ത് തന്നെ ഇരുന്നാൽ മതിയോ? അവിടെ തന്നെ ഇരുന്ന് പോയാൽ മതിയോ? പാടില്ല, പുറപ്പെടണം. എന്തുകൊണ്ടാ ദൈവം നമുക്ക് വേരുകൾ തരാഞ്ഞത്? നമുക്ക് കാലുകൾ തന്നത് എന്തിനാ? നടക്കാനാണ്, മുന്നോട്ട് പോകാൻ. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ചലനത്തെ ബന്ധിക്കാൻ ആരെയും ഒന്നിനെയും അനുവദിക്കരുത്. മനോഭാവങ്ങൾക്കകത്തുള്ള ചങ്ങലകൾ യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. വിപരീതമാകുന്ന കാഴ്ചകളെ തുടർന്ന് മനം മടുത്തു നിൽക്കുന്ന സാഹചര്യങ്ങൾ യേശുവിൻ നാമത്തിൽ മാറട്ടെ. ഒന്നും കാണുന്നില്ലോ എന്ന് പറഞ്ഞ് മുന്നോട്ടിറങ്ങാൻ കഴിയാതെ വണ്ണം അവിശ്വാസത്തിന്റെ തടസ്സങ്ങൾ കൺമുമ്പിൽ നിൽക്കുന്ന ഒരു സാഹചര്യങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. ഈ യാത്ര യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും. ഞങ്ങളുടെ ദൈവമേ, സ്നേഹം നിറഞ്ഞ സ്വർഗസ്ഥ പിതാവേ, പുതുവർഷത്തിന്റെ ആദ്യ ദിനങ്ങളിൽ ഞങ്ങൾ കേൾക്കുന്ന ദൈവാലോചനകൾ ഈ വർഷത്തെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തമേറിയ സ്വരമാണ്. ഞങ്ങൾ മുന്നോട്ട് പോകണം, ഞങ്ങൾ പുറപ്പെടണം. ഞങ്ങളുടെ യാത്രകൾ വലിയ ദൈവ പദ്ധതിയുടെ ഭാഗമാണെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് പറഞ്ഞു. ഞങ്ങൾ ഇനിയും വലിയൊരു യാത്രയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവരാണ്. കാഹളം ധനിക്കുമ്പോൾ ഹല്ലേലൂയ
മണ്ണിൽ നിന്നും നിത്യതയിലേക്ക് യാത്ര ചെയ്യുവാൻ ഞങ്ങൾ കാത്തിരിക്കുന്നു. കർത്താവേ, യേശുവിൻ നാമത്തിൽ അങ്ങയുടെ മക്കൾ ഓരോരുത്തരും ഇന്ന് പകൽ ഈ കേട്ട ദൈവിക അരുളപ്പാടിന്റെ അകത്ത് അവരുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് ഒരുക്കുന്ന പുതിയ ചൈതന്യാവഹമായിരിക്കുന്ന മുന്നേറ്റത്തിന് അവർ തങ്ങളെ തന്നെ സമർപ്പിക്കുമ്പോൾ ഈ വർഷം ആയുരാരോഗ്യ സൗഖ്യങ്ങളോടും സമ്പത്തോടും ആഭിജാത്യത്തോടും സകലവിധമായ നന്മകളോടും ദൈവിക അഭിഷേകത്തോടും കൂടെ ഇവർ വിളങ്ങട്ടെ, ശോഭിക്കട്ടെ എന്ന് യേശുവിൻ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഇവരുടെ സകല യാത്രകളെയും ബ്ലസ് ചെയ്യുന്നു. വാതായനങ്ങൾ തുറക്കപ്പെടുന്നതിനായിട്ട് സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നത്തെ പ്രവചനദൂതിന്റെ എല്ലാ സ്നേഹനിധികളായ കേൾവിക്കാർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശ്രേഷ്ഠവും ഉന്നതവുമായ നാമത്തിൽ ഐശ്വര്യപൂർണമായ അനുഗ്രഹ സമൃദ്ധിയുടെ ഒരു പുതുവത്സരം നിറഞ്ഞ മനസ്സോടെ ഞാൻ ആശംസിക്കുന്നു. എൻ്റെയും കുടുംബത്തിൻ്റെയും ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് ചർച്ചിൻ്റെയും ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ. നാളത്തെ ദിവസത്തിൽ പ്രവചനദൂതിന് വേണ്ടി കാത്തിരിക്കുക. ആദ്യമായിട്ട് ഈ എപ്പിസോഡുകൾ കണ്ടുവന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അനുദിനം നിങ്ങളെ തേടി ദൈവത്തിൻ്റെ ശബ്ദം വരുന്നു. ഏത് സാഹചര്യത്തിലിരിക്കുന്നവരോടും ദൈവത്തിനൊന്ന് സംസാരിക്കാൻ താല്പര്യമുണ്ട്. അതിനുവേണ്ടി പരിശുദ്ധാത്മാവ് ഒരുക്കുന്നതാണ് ഈ ശുശ്രൂഷ. ഈ വരുന്ന ജനുവരി മാസം 13-ാം തീയതി പെരുമ്പാവൂർ YMCA ഹാളിൽ നമ്മുടെ അനുഗ്രഹീതമായ ആത്മീക ശുശ്രൂഷ നടക്കുന്നു. രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ. നിങ്ങൾ വരണം. നിങ്ങളെ വ്യക്തിപരമായി കാണാൻ, ദൈവത്തിൻ്റെ കൃപ ഒരുമിച്ച് അനുഭവിക്കാൻ ഞങ്ങൾ താല്പര്യപ്പെടുന്നു. അറിയാവുന്നവരോടെല്ലാം പറയണം, എല്ലാവരും എത്തണം. പെരുമ്പാവൂരിൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടാൻ പോകുകയാണ്. രണ്ടാമത്തെ കാര്യം, എല്ലാ ഞായറാഴ്ചയും നമ്മുടെ ആത്മീക ആരാധന കോട്ടയത്ത് IMA ഹാളിലാണ് നടന്നു വന്നിരുന്നത്. പക്ഷെ ഈ ഞായറാഴ്ച മാത്രം 7-ാം തീയതി, ജനുവരി മാസം 7-ാം തീയതി ആ സ്ഥാപനത്തിൽ ചില അസൗകര്യങ്ങളുള്ളതിനാൽ നമ്മൾ അതിനോട് ചേർന്ന് തൊട്ടപ്പുറത്ത് ലോഗോസ് ജംഗ്ഷനിൽ, കോട്ടയത്ത് റെയിൽവേ സ്റ്റേഷനോട് ചേർന്നുള്ള ലോഗോസ് ജംഗ്ഷനിൽ മന്നാകുളത്തിൽ ബിൽഡിങ്ങിലാണ് നമ്മുടെ ആത്മീക ആരാധന നടക്കുന്നത്. ഗുഡ് ഷെപ്പേർഡ് ചർച്ചിനോട്, പോലീസ് പരേഡ് ഗ്രൗണ്ടിനോട് ചേർന്ന്. അപ്പോൾ ആരെങ്കിലും വഴി അറിയാതെ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ പോലീസ് പരേഡ് ഗ്രൗണ്ട് ലക്ഷ്യമാക്കി വന്നാലും അവിടെ നിങ്ങളെ ആരാധനാലയത്തിലേക്ക് നയിക്കുന്ന ഫ്ലെക്സ് ബോർഡുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. സ്നേഹം നിറഞ്ഞവരെ, സന്തോഷത്തോടെ അടുത്ത ദിവസത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടി കാത്തിരിക്കൂ. യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും. ആമേൻ.